ഹോം ടൂർ ചെയ്യോ കിച്ചൺ ടൂർ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങളെ കമൻസ് ഞാൻ കണ്ടീനി. പക്ഷേ അങ്ങനെ കമൻസ് കണ്ടിട്ടില്ലെങ്കിലും ഞാനിത് ചെയ്യൂട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹോം ടൂറും കിച്ചൺ ടൂറും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇതൊക്കെ. പക്ഷെ എനിക്കത് ശരിക്കും പ്രസന്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളതൊരു സത്യമാണ്. എന്നാലും എനിക്ക് അറിയണ പോലെ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എൻ്റെ കിച്ചണ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പുതുതായിട്ട് വീടെടുക്കുന്ന ആൾക്കാർക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കൂല. അപ്പൊ ഇതാണ് എൻ്റെ കിച്ചണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് എൻ്റെ എല്ലാ താല്പര്യങ്ങളും ഉൾക്കൊള്ളിച്ച് കണ്ട് ചെയ്യിപ്പിച്ച എൻ്റെ കിച്ചൺ കേട്ടോ. എനിക്ക് ആദ്യമേ ഞാൻ വിചാരിച്ചൊരു വൈറ്റ് കിച്ചൺ, ഫുൾ വൈറ്റ് കിച്ചൺ വേണമെന്നേനി. അപ്പം അതുപോലെ തന്നെ മൊത്തത്തിലൊരു വൈറ്റ് ആക്കിക്കാണ്ട് വേറെ കളേഴ്സ് ഒന്നും ആഡ് ചെയ്യാതെ ഒരു വുഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഞാൻ ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ കിച്ചൺ കബോർഡ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് WPCയിലാണ് കേട്ടോ. കിച്ചണിന് എപ്പോഴും ചെയ്യാൻ WPC ആണ് ഏറ്റവും നല്ലത്. കിച്ചണിൽ പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഗ്ലാസ് ഡോറുകൾ കൊടുക്കുന്നതും കുറച്ച് ഓപ്പണിങ് പുറത്തേക്ക് കാണുന്ന രീതിയിൽ കൊടുക്കുന്നത് ആ ഒരു കിച്ചണിന് ഒന്നും കൂടെ ഭംഗി കൂട്ടും കേട്ടോ. നമ്മൾ മൊത്തത്തിൽ കബോർഡ് കൊടുത്ത് അടച്ച് പൂട്ടി വെക്കണതിനേക്കാൾ ചില ഏരിയാസ് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഗ്ലാസ് ഡോറ്, ഇതുപോലെ പുറത്തേക്ക് കാണുന്ന പോലെ വെച്ചാൽ അത് കൂടുതൽ കിച്ചണിന് ഭംഗിയുള്ളതായിട്ട് കാണിക്കും. അതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു പ്രൊഫൈൽ ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടെ ഒരു ഭംഗിയുള്ളതായിട്ട് കാണിക്കും കേട്ടോ. ഇവിടെ കിച്ചണിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഗ്ലാസ് ഡോറാണ്. ഇത് ഡൈനിങ് എന്നേ കാണാൻ പറ്റൂ കേട്ടോ. പക്ഷേ നല്ല ഭംഗിയാണ് ആ ലൈറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ പിന്നെ ഫ്രിഡ്ജാണ്. ഞാനിവിടെ സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് കേട്ടോ. ഞാൻ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ടാണ് ഈ വീട്ടിലേക്ക് ഓരോ സാധനങ്ങളും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കേസിൽ ഞാൻ ഓരോ റിവ്യൂസും നോക്കിയിട്ട് സാംസങ്ങിൻ്റെ ഫ്രിഡ്ജാണ് ഏറ്റവും നല്ലതെന്നാണ് ഞാൻ കണ്ടെത്തിയത് കേട്ടോ. അപ്പോൾ ആ ഫ്രിഡ്ജിൻ്റെ മേലായിട്ട് ഞാൻ ഒരു ഗ്ലാസിൻ്റെ ഓപ്പണിങ് കൊടുത്തണ്. ഫ്രിഡ്ജിൻ്റെ സൈഡിലായിട്ടും ഗ്ലാസിൻ്റെ ഓപ്പണിങ് കൊടുത്തണ്. അതിലാണ് പ്ലേറ്റ്സ്, ബൗൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ഒരു ഷട്ടർ കൊടുത്തണ്. ഇതിൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ കിച്ചണിൽ ഒരു സാധനങ്ങളും പുറത്തേക്ക് കാണരുത് എന്നാണ്. മിക്സി, ഓവണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൗണ്ടർ ടോപ്പുമ്മേൽ വെക്കണതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. എപ്പോഴും കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഷട്ടർ കൊടുത്തിട്ട് മിക്സി, കെറ്റിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാണ്. അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്ലഗും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഉഷേൻ്റെ ഫുഡ് പ്രോസസ്സറാണ് വാങ്ങിയിട്ടുള്ളത്. അതും അതുപോലെ ഒരു റിവ്യൂസും ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേരെ താഴെ ഇതുപോലെ പാനുകളൊക്കെ കൊളുത്തിടാൻ വേണ്ടിയിട്ട് ഇതൊരു കോർണറാണ്. അപ്പോൾ കോർണർ നമുക്ക് അധികം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഉള്ളിലേക്കുള്ള പോർഷനിൽ ഞാൻ സംസം വെള്ളം അങ്ങനത്തതൊക്കെ വെച്ചാണ്. അതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന ഇതുപോലെ പാനൊക്കെ കൊളുത്തിടുക. എന്നാൽ നമുക്ക് യൂസ് ചെയ്യാൻ നേരത്ത് ഇങ്ങോട്ട് വലിച്ചാൽ എടുക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ ആ രീതിക്കാണ് ഈ കോർണർ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ OTG ഓവണാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ ഫാബറിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഭയങ്കര റിവ്യൂസും കാര്യങ്ങളൊന്നും നോക്കിയിട്ടില്ല. കുടിയിരിക്കലിൻ്റെ അവസാന നിമിഷം പെട്ടെന്ന് എടുക്കേണ്ടി വന്ന ഓവണാണിത്. അപ്പോൾ ഷോപ്പിൽ നിന്ന് അവർ പറഞ്ഞ അറിവ് മാത്രമേ എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത് എന്താന്ന് വെച്ചാൽ ഓവൺ, OTG അങ്ങനെ സെപ്പറേറ്റ് വാങ്ങേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് ചൂടാക്കാനും പറ്റും. എന്നാൽ കേക്ക് ബേക്ക് ചെയ്യാൻ, ഗ്രില്ല് ചെയ്യാൻ, ഷവായ അങ്ങനത്തെ ഐറ്റംസും എല്ലാം ചെയ്യാൻ പറ്റിയ ഒരു ഓവണാണ് കേട്ടോ ഇത്. ഉപയോഗിച്ച് നോക്കിയിട്ടും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ലതായിട്ടാണ് ഇതുവരെ തോന്നിയിട്ടുള്ളത്. ആദ്യം തന്നെ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഈ വീഡിയോ ഷൂട്ടിനും വേണ്ടിയിട്ടൊന്നും കിച്ചൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇതെങ്ങനെയാണോ ഇതുവരെ ഉള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോക്കും വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഞാൻ സൗദിയിലേക്ക് പോകാൻ ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഞാൻ വെറുതെ മെനക്കെടണ്ടെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോക്കും വേണ്ടി ഒന്നായിട്ട് സെറ്റ് ചെയ്ത് ഇതാക്കി വെക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊക്കെ ഞാൻ ഈ പുറത്ത് നിൽക്കണ ഈ ഐറ്റംസൊക്കെ ഞാൻ പോണ സമയത്ത് കഴുകി ഉള്ളിലേക്ക് കയറ്റി വെക്കും, പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാത്തിൻ്റെയും പൊസിഷനൊക്കെ മാറും. അപ്പോൾ ഇപ്പം ഞാൻ അതിന് വെറുതെ മെനക്കെടണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എങ്ങനെയാണോ ഇത് ഈ കിച്ചണുള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. പല സാധനങ്ങളും അധികം പ്രോപ്പറായിട്ടൊന്നും ആയിരിക്കൂല നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഓവൻ കഴിഞ്ഞ് ഈ കോർണർ കഴിഞ്ഞ് വരുന്ന സ്ഥലത്ത് ഇതുപോലെ സ്പൂണ് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കാനാക്കിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച ആ ഒരു സ്പൂണ് വെച്ച ട്രേ ഉണ്ടല്ലോ, അത് ഞാൻ എടുക്കാൻ പറ്റുന്ന രൂപത്തിലാണ് വെച്ചത്. ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, കഴുകി വെക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ നേരെ താഴായിട്ട് ഇങ്ങനൊരു സംഭവം സെറ്റ് ചെയ്തിണ്.
ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. വീടെടുക്കുന്ന ആൾക്കാർ ഫസ്റ്റ് തന്നെ പിൻട്രസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യട്ടോ. കാരണം അതിൽ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. അതിൽ നിന്നാണ് പല ഐഡിയാസും ഈ വീടെടുക്കുമ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കണ്ട ഈ റൈസൊക്കെ വെക്കണ ഒരു ഓർഗനൈസർ ഉണ്ടല്ലോ, ഇതൊക്കെ ഈ കിച്ചണിൻ്റെ കൂടെയൊക്കെ സെറ്റ് ചെയ്യിപ്പിക്കാൻ ഞാൻ പറഞ്ഞതും എന്താ പറയുക, പിൻട്രസ്റ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടാണ് കേട്ടോ. അത് കാണിച്ചു കൊടുത്തിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ 10 kg കണ്ടെയ്നേഴ്സൊക്കെ ഞാൻ വാങ്ങിയിരുന്നു കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൽ പഞ്ചസാര, ഗോതമ്പ്, അതുപോലെ അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിയത്. പിന്നെ പല സാധനങ്ങളും ഇപ്പോൾ കാലിയായി കിടക്കുകയാണ്. ഞാൻ ഒന്നായിട്ടൊന്നും വാങ്ങി വെച്ചിട്ടൊന്നുമില്ല. കാരണം പെട്ടെന്ന് പോകേണ്ടതായതുകൊണ്ട് കുറേ പാത്രങ്ങൾ കഴുകാനാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പലതും ഞാൻ കവറിലാക്കി അങ്ങനെയൊക്കെ തന്നെ വെച്ചാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഈ സൈഡിലായിട്ടാണ് അടുപ്പ് വരുന്നത് കേട്ടോ. ഈ അടുപ്പിൻ്റെ നേരെ താഴെയായിട്ട് ഇതുപോലെ ഇങ്ങനെ പെട്ടെന്ന് എടുക്കാനുള്ള ചട്ടകം, കയ്യിൽ സ്പൂണുകൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൽ വെച്ചാണ്. പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ 2 ഡ്രോവറുകളുണ്ട്. പക്ഷേ അതൊക്കെ ഞാനൊന്നും പ്രോപ്പറായിട്ടല്ല വെച്ചത്, വെറുതെ അങ്ങനെ ഇട്ട് വെച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഹുഡും ഹോബും ഒക്കെ ബോഷിൻ്റെ തന്നെ കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു പുൾ ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ചെറിയ ചെറിയ ജീരകം, കുരുമുളക് പൊടി, അങ്ങനത്തെ ചെറിയ ചെറിയ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അതിലാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മോഡുലാർ കിച്ചണിൽ പ്രധാനമായിട്ടും വേണ്ടിയൊരു സാധനം കേട്ടോ. ഇത് പ്രത്യേകിച്ചും നിങ്ങൾക്ക് സ്റ്റോർ റൂം സെപ്പറേറ്റ് ആയിട്ട് ഇല്ല, ഒറ്റ കിച്ചണോ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊന്നു മതി. ഇതിലൊരുപാട് സാധനങ്ങൾ ഉൾക്കൊള്ളിക്കാൻ പറ്റും. എൻ്റെ ഒരു സ്റ്റോർ റൂമാണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലാണ് ഞാൻ എൻ്റെ എല്ലാ സാധനങ്ങളും, കുറേ സാധനങ്ങൾ ഇതിൽ കൊള്ളൂ. ഞാൻ ഗ്രോസറി ഐറ്റംസ് മൊത്തം ഇതിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടും കുറേ സ്പേസ് എനിക്ക് ഈ കിച്ചണിൽ ബാക്കിയുണ്ട് കേട്ടോ. അതുപോലെ ഈ ഒരു ടോൾ യൂണിറ്റ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിയണതും അത് അടുപ്പിൻ്റെ തൊട്ടടുത്തായിട്ട് സെറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ പണിയൊക്കെ എടുക്കുമ്പോൾ മുളകും പൊടി, മല്ലിപ്പൊടിയും ഒക്കെ വേഗം വേഗം എടുത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഏറ്റവും കോർണറിലായിട്ട് ഇങ്ങനൊരു സ്പേസ് ഉണ്ട്. അവിടെ ഞാൻ എൻ്റെ സിങ്കിൻ്റെ കൂടെ സെറ്റിൽ കിട്ടുന്ന ഒരു ട്രേയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ കട്ടിംഗ് ബോർഡും അതിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത് മേലായിട്ട് ഇതൊക്കെ കാലി പാത്രങ്ങളാണ്, ചോക്ലേറ്റിൻ്റെയും പിന്നെ ഓരോ കണ്ടെയ്നേഴ്സൊക്കെ ആയിട്ട് കാലിയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അതിലൊന്നും ഞാനൊന്നും ആക്കിയിട്ടില്ല. അതിൻ്റെ നേരെ താഴെ ഈ കോർണർ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. ഇത് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ കോർണർ കംപ്ലീറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. പിന്നെന്താ, എടുക്കാൻ ബുദ്ധിമുട്ടുമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുമ്പം. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാണ്, ഈ കോർണർ യൂണിറ്റും കാര്യങ്ങളും ഒക്കെ. ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ അവരോട് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ഇതൊക്കെ എൻ്റെ കുക്ക് വെയർ കളക്ഷൻസ് ആണ്. ഇതൊന്നും ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കുക്ക് വെയർ സെറ്റൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ പോണതിൻ്റെ മുന്നേ സമയം ഉണ്ടെങ്കിൽ കുക്ക് വെയർ സെറ്റൊക്കെ കാണിക്കാം. ഇവിടുത്തെ കൗണ്ടർ ടോപ്പ് ഒരു ബ്ലാക്ക് ടൈലാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എൻ്റെ ആഗ്രഹം ഫുള്ള് വൈറ്റ് ആക്കിയിട്ട് വൈറ്റ് കൗണ്ടർ ടോപ്പ് തന്നെ വേണം എന്നുള്ളതൊക്കെ ആദ്യം മുതൽ വീടെടുക്കണേ മുന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. കിച്ചൺ എപ്പോഴെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കൗണ്ടർ ടോപ്പ് ആക്കണം എന്നുള്ളത്. പക്ഷേ അവസാന നിമിഷം ഒത്തുവരാത്തത് കാരണം ബ്ലാക്ക് തന്നെ ആക്കേണ്ടി വന്നു. പിന്നെ ഈ സിങ്കിൻ്റെ നേരെ മേലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് പാത്രങ്ങൾ കഴുകിയിട്ട് നേരെ അതിലേക്ക് അങ്ങനെ വെക്കാൻ പറ്റും. അതിലേക്ക് വെച്ചാൽ അതിൻ്റെ അടിയിലൊരു വെള്ളം വീഴാനുള്ള ഒരു ട്രേ ഉണ്ട്. അപ്പം നമ്മൾ അങ്ങനെ അതിലേക്ക് എടുത്ത് വെക്കുമ്പം ആ വെള്ളമൊക്കെ അതിലേക്ക് ഇങ്ങനെ ഇറ്റിറ്റി വീകും. അത് വെള്ളമാവുമ്പം എടുത്ത് ഒഴിവാക്കിയാൽ മതി. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പം കഴുകണ പാത്രങ്ങളൊന്നും നമ്മളെ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ കാണൂല. ഈ വിൻഡോൻ്റെ ഉള്ളിലൂടെ കാണുന്ന ആ ഒരു വ്യൂ ഭയങ്കര രസാട്ടോ. അവിടെ ആ ബാംബൂസൊക്കെ കാണുന്നത്, അത് ഹോം ടൂർ കാണിക്കുമ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വീടിൻ്റെ മുറ്റും ചുറ്റുപാടും ഒക്കെ ഞാൻ അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഈ വിൻഡോ ഇങ്ങനെ ചെയ്യണതാണ് എപ്പോഴും നല്ലത്. നമ്മൾ റൂംസിലൊക്കെ ചെയ്യണ മാതിരി വലിയ വിൻഡോ കൊടുക്കണതിനേക്കാളും നല്ലത് ഈ ഒരു കബോർഡും ഇതിൻ്റെ ഇടയിലുള്ള കൗണ്ടർ ടോപ്പും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ
ആ ഒരു ഗ്യാപ്പിൽ നീളത്തിൽ ഇങ്ങനെ വിൻഡോ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കബോർഡ് കട്ടാവണ പ്രശ്നം വരില്ല. മറ്റേത് നമ്മൾ ഈ കിച്ചൺ സെറ്റ് ചെയ്യുമ്പം വിൻഡോ വരുമ്പോൾ അവിടെ വെച്ചിട്ട് കട്ടായി പോവും, അത് കാണാൻ ഒരു ഭംഗിയുണ്ടാവില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ കബോർഡ് കട്ടാവാതെ ആ കണ്ടിന്യൂഷൻ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ആ കാണാനും ഒരു ഭംഗിയുണ്ടാവും. പിന്നെ ഇതാ ഈ സൈഡത്തെ കോർണർ കഴിഞ്ഞോടുമ്പോൾ തന്നെ ഇത് ഡിഷ് വാഷറാണ്. ഇവിടേക്ക് ഏറ്റവും ഉപകാരമുള്ള എന്നെ സഹായിക്കുന്ന ഒരാളാണ് ഈ ഡിഷ് വാഷർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഡ്രോവറാണ് വരുന്നത്. അതിലിതാ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. താഴ്ഭാഗത്തായിട്ട് സ്റ്റീലിൻ്റെ പാത്രങ്ങളും അങ്ങനത്തതൊക്കെയാണ് താഴത്തെ ഡ്രോവറിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കിച്ചണിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് ആരാണോ അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം കിച്ചണിൻ്റെ ഈ കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ, അത് ആ ഒരാളെ ഹൈറ്റിനനുസരിച്ചിട്ട് വേണം സെറ്റ് ചെയ്യാൻ. ഇവിടെ ഞാൻ എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. അതിൽ തന്നെ അടുപ്പ് വരുന്ന സൈഡ് ഉണ്ടല്ലോ, അത് കുറച്ച് താഴ്ത്തിയിട്ട് വേണം ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ പാത്രങ്ങൾ വെച്ചാൽ നമുക്ക് ഹൈറ്റ് കൂടും. അപ്പോൾ ആ ഭാഗം ഞാൻ ഇവിടെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അടുപ്പ് വെച്ച ആ ഒരു കൗണ്ടർ ടോപ്പ് കുറച്ച് താഴ്ത്തിയിട്ടും ബാക്കി പാത്രം കഴുകണ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇതൊക്കെ എൻ്റെ കറക്റ്റ് ഹൈറ്റിനനുസരിച്ചിട്ടുമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കിച്ചൺ ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി ഇല്ല കേട്ടോ, തക്കാളി ഫ്രിഡ്ജിൽ വെക്കണം. ഉള്ളി, വെളുത്തുള്ളി അങ്ങനത്തെ ഒക്കെ ഐറ്റംസ് വെക്കാൻ വേറൊരു സാധനം വാങ്ങുക അല്ലെങ്കിൽ വേറൊരു കോർണർ തിരഞ്ഞ് നടക്കുക ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് കിച്ചണിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ ആ കിച്ചണ് നല്ല നീറ്റായിട്ട് ഇരിക്കും. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഈ ഒരു സൈഡിലേക്ക് വന്നാൽ ഇവിടെ ഇങ്ങനെ ഒരു വലിയൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ കീ ഹോൾഡർ വെച്ചത് കേട്ടോ. ഇപ്പം അയിമൽ നിൽക്കണേ കൈക്കലക്കൂട്ടാണ്, അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഈ ഒരു സംഭവം ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്യണത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഉള്ളൊരു പ്ലഗും കൊടുത്തിട്ടുണ്ട്. ഇനി വാക്വം ക്ലീനറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുത്തി വെച്ച് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചാൽ പുറത്തേക്കൊന്നും കാണൂല. പിന്നെ ചൂല് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. അതുപോലെ ഈ ഒരു ലാഡർ കണ്ടോ, ഇതൊരു മോഡുലാർ കിച്ചണിൽ മസ്റ്റായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു ലാഡർ. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് നല്ല മേലേക്ക് എന്തെങ്കിലും പാത്രങ്ങൾ എടുക്കുമ്പോൾ ഒരാളെ സഹായം വേണ്ടി വരും. പക്ഷെ ഇങ്ങനത്തെ ഒരു ലാഡർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആരും സഹായം ഇല്ലാതെ നമുക്ക് തന്നെ അതിമേൽ കയറിയിട്ട് സാധനമൊക്കെ മേലെ നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ കിച്ചണിലേക്ക് മാത്രമല്ല, ഒരു വീട്ടിലേക്ക് തന്നെ ഇത് വാങ്ങണത് നല്ലതായിരിക്കും. അത്യാവശ്യം ഒന്ന് ഫാനിൻ്റെ ഒന്ന് തട്ടി തുടയ്ക്കണം എന്നുണ്ടെങ്കിലോ ഒക്കെ ഇതിമേൽ കയറിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ഈ ലാഡറൊക്കെ വെച്ച ആ ഒരു യൂണിറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഇങ്ങനെ ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കപ്പ് അങ്ങനത്തെ ഒക്കെ കേട്ടോ വെച്ചത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഓപ്പൺ കിച്ചൺ ആക്കേണ്ടതേനി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഓപ്പൺ കിച്ചൺ, ഇതൊരു ഓപ്പണിങ് ഏനി. അപ്പോൾ അവസാനം ഇത് ക്ലോസ് ചെയ്യേണ്ടി വന്ന്. അപ്പോൾ ഇങ്ങനെ ആക്കിക്കാണ്ടാണ് ഈ ചുമര് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഡൈനിങ് ആണ് വരുന്നത്. അപ്പോൾ ഡൈനിങ്ങിലേക്ക് ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഓപ്പണിങ് ആക്കി കൊടുത്തിട്ടുള്ളതേനി. പിന്നെ അവസാനം അത് ക്ലോസ് ചെയ്തിട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കിച്ചണിൻ്റെ പുറത്തേക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ കിച്ചണിൻ്റെ പുറത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ യൂറോപ്യൻ സ്റ്റൈലിൽ ബാക്ക് യാർഡൊക്കെ സെറ്റ് ചെയ്യണം എന്നേനി. പക്ഷെ അതിനുള്ള സ്ഥലം ഇവിടെ ഇല്ലാത്തത് കാരണം എൻ്റെ ഒരു സമാധാനത്തിന് ഇങ്ങനെയെങ്കിലും സെറ്റ് ചെയ്ത് കേട്ടോ. ഒരു ടൈലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇതാക്കിയിട്ട് ഇവിടെ ശരിക്കും ഒരു ടീ ടേബിളും 2 ചെയറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇവിടെ അധികം നിൽക്കാത്തത് കൊണ്ട് അതിനൊന്നും നിന്നിട്ടില്ല. പക്ഷേ ഈ കിച്ചണിന് ഇങ്ങോട്ടുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അല്ലെങ്കിലും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് മറ്റ് മരങ്ങളെക്കാളും ഈ ഒരു ബാമ്പു, ഈ ഗോൾഡൻ ബാമ്പു നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. രാവിലെ ആയാൽ ഇവിടെ ഫുള്ള് കിളികളാട്ടോ. ഈ ബാമ്പു മൊത്തം കിളിക്കൂടാണ്. നല്ല കിളികളെ ശബ്ദമൊക്കെ കേൾക്കുക ഈ കിച്ചണിൽ നിന്നാൽ. പിന്നെ എനിക്കൊരു ഐലൻഡ് കിച്ചൺ ഇനി ആദ്യം മുതലേ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഇതിനനുസരിച്ചിട്ട് ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഇതൊക്കെ സെറ്റ് ചെയ്ത്, ടേബിളല്ല ഈ കൗണ്ടർ ടോപ്പിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. അതിൻ്റെ മേലൊരു ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 4 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാകത്തിനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ബാർ കൗണ്ടറൊക്കെ പോലെ കുറച്ച് ഹൈറ്റ് ആക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും അധികം ഞങ്ങൾ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെയാണ് ഫുഡൊക്കെ കഴിക്കൽ. ഡൈനിങ് ടേബിൾമേലേക്ക് ഫുഡൊന്നും എടുക്കലില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ കിച്ചണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു.